ഇതിന്റെ ഒരു പിങ്ക് കളറിലെ പാത്രം ഉണ്ടായില്ല, അത് കണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച മോളൊന്നിപ്പോ കൊണ്ടുപോയില്ല. അമ്മ ഞാൻ അലമാരിലില്ലേ പുതിയ ചുരിദാർ തയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണുന്നില്ല. അയ്യോ, അത് അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവള് കൊണ്ടുപോയത്. അമ്മ ഇതിലിരുന്ന് വെച്ച കല്ലിന്റെ കമ്മൽ കാണാനില്ല. അയ്യോ, അത് മോൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവള് കൊണ്ടുപോയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മയുടെ മോൾക്ക് അമ്മേനെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? ചേച്ചിക്ക് ഈ വീട്ടിലെല്ലാം ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എത്തുന്നുണ്ട്, പക്ഷെ അമ്മേനെ മാത്രം കൊണ്ടുപോണില്ലല്ലോ. അമ്മയും കൂടി പോയിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായി. എടി ചേച്ചി, ഇന്നത്തെ പണിയിൽ നമ്മ ഇങ്ങനെ രക്ഷപ്പെടൂടി. എന്ത് ചെയ്യും നമ്മള്? എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്താ? ഇന്ന് നിനക്ക് ഇന്ന് പനി, എനിക്ക് തലവേദന. പക്ഷെ ഞാൻ ഇന്നലെ പനി എന്നാണ് അമ്മേനോട് പറഞ്ഞത്. എന്നാ നിനക്കിന്ന് ഗ്യാസ്, എനിക്ക് തലവേദന. അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യോടെ? നാളെ എന്ത് ചെയ്യും? നാളത്തെ കാര്യം നാളെ നോക്കാം. കാര്യം ചെയ്യാം, അമ്മ വന്നേക്കായ മുമ്പ് നമുക്ക് ആ മുറിയിൽ ഈ മുറിയിൽ പോയി കിടക്കാം. അമ്മ കാണണ്ട, ഇപ്പൊ തുടങ്ങും. ഇത് പറഞ്ഞില്ല നിങ്ങളുടെ മനസ്സിൽ അമ്മ വന്നേക്കായ മുമ്പേ നമുക്ക് വേഗം കഴിക്കാറേ. എന്തായാലും നമ്മുടെ പ്ലാൻ സക്സസ് ആയിട്ട്. അയ്യോ, ഇതിലൊന്നുമില്ലല്ലോ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. എനിക്കും എല്ലാം കാലി എന്റെ പൊന്നു. അമ്മയെ വിശന്നിട്ട് വയ്യ. അമ്മയെ കഴിക്കാനൊന്നുമില്ലേ? ഇല്ലടി, എനിക്ക് നിങ്ങളെ പോലെ തലവേദനയായിരുന്നു. അമ്മ എന്താ കഴിച്ചത്? ഞാൻ അടുക്കളയിൽ കുറച്ച് ചോറും ചിക്കൻ കറി ഇരിപ്പുണ്ട്, ഞാനത് ചൂടാക്കി തിന്നു. അപ്പൊ ഞങ്ങൾക്ക് വിശക്കണം, ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അടുക്കളയിൽ പോയി എന്തെങ്കിലും വെച്ച് വിളമ്പി തിന്നടി മക്കളെ. അവളുടെ കളി എന്റെയൊക്കെ അമ്മയില്ലേടി, ഞാൻ എന്നോടാ വിളച്ചില്ല. ഷോ, ഇനി വലുതുകാലം വെച്ച് വീണ്ടും കേറണോല്ലോ. എടുത്തോ ചട്ടിയായിട്ടും കാലമായിട്ടും. എന്നെക്കാളൊക്കെ 10-20 ഓണം കൂടുതൽ ഉണ്ടാവളാടി KP മറിയാമ്മ. എന്നോടാ നിന്റെ കളി. അമ്മ, അമ്മയുടെ മോനോട് ഞാൻ എത്ര ആള് പറയണേ എന്റെ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണോന്ന്, പക്ഷെ സമ്മതിക്കണില്ല അമ്മ. അമ്മ ഒന്ന് പറ അമ്മ. ഞാൻ പറഞ്ഞ് കേൾക്കൂല മോളെ. അമ്മ ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല അമ്മ. അമ്മ ഒന്ന് പറ അമ്മ. നീ തന്നെ പറഞ്ഞു നോക്ക്, ഞാൻ പറഞ്ഞ അവൻ ഒട്ടും അനുസരിക്കില്ല. അമ്മ പറഞ്ഞ എന്തായാലും കേക്ക് ഇത് കണ്ട അമ്മ. അമ്മ പറ അമ്മ. ഇല്ല മോളെ, അവൻ അനുസരിക്കില്ലെന്ന്. അതെന്താ അമ്മക്ക് ഇത്ര ഉറപ്പ്? എന്നെ കെട്ടിക്കൊണ്ടുവരരുത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് അവൻ അനുസരിച്ച. ഊർമിളാദേവിനെ പോലെ ആവണം, അപ്പോഴാണ് മക്കളെ നിലക്കിയിരുത്താൻ പറ്റുള്ളൂ. എവിടെയോടി എന്റെ ചായ? എന്നാമ്മ ചായ കഴിക്കാനൊന്നും ഇല്ലടി, അത് വേറെ ചോദിക്കണം. കൊണ്ടുവരാ. ഈ അമ്മേനെ കൊണ്ട് ഞാൻ തോറ്റ്. എന്ത് പറ്റി? ഒന്ന് പറയണ്ട. ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞേക്ക്. പണിയെടുത്ത് മടുത്ത് ഞാൻ. എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റുള്ളൂ. എന്ത് ചെയ്യും ചേച്ചി? ഇങ്ങനെ വിട്ടാ ശരിയാവൂല. എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. വാ, ഒരു പണി കൊടുക്കാം. ഇന്നാമേ പഴം. അമ്മയെന്ന് വിളിച്ച് ഓർഡർ ചെയ്യാൻ എന്തൊരു സുഖമായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കഴിക്ക്. മക്കളെ പണിയെടുത്ത ആവശ്യത ചെയ്തല്ലേ, നിങ്ങൾ കഴിച്ചു. അമ്മക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ല. അത് ശരി, അവളുമാരെ എനിക്ക് പണി തരാൻ തുടങ്ങിയില്ല. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എങ്ങനെയുണ്ടടി എന്റെ പണി? എന്നോട് കളിച്ച് എങ്ങനെ ഇരിക്കും. ഷമ്മി ഹീറോയാണ് ഹീറോ. നിനക്ക് ഗ്ലാസ് എടുത്ത് കുടിച്ചെന്താടി മോളെ കുഴപ്പം? ഇനി ഗ്ലാസ് എടുക്കണം, കഴുകണം, ആരെക്കൊണ്ട് പാടും. അമ്മയെ ചോറ് വിശക്കുന്നു. എന്റെ മോൾക്ക് ഗ്ലാസ് കഴുകാനും പാത്രം കഴുകാനൊക്കെ മടിയല്ലേ? ഇതിൽ ഇങ്ങോട്ട് വായിക്കും. അമ്മ ഇത് നോക്കി, എനിക്ക് ഈ ഓൺലൈൻ കണ്ടെങ്കിൽ ഡ്രസ് ഇഷ്ടപ്പെട്ട അമ്മ. അയ്യോ, ഇഷ്ടപ്പെട്ട കയ്യിൽ കാശിന്റെ അപ്പം മേടിച്ചോളൂ, പിന്നെ ഒന്നും നോക്കരുത്. പക്ഷെ ഞാൻ ഇന്നലെ ഒന്ന് ഓർഡർ ചെയ്തോളൂ. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, കയ്യിൽ കാശില്ല. മോളിപ്പോഴാണ് എഴുന്നേറ്റ് വന്നത്? സോറി അമ്മ, നാളെ ഞാൻ 7 മണിക്ക് എഴുന്നേറ്റുള്ളൂ അമ്മ. വേണ്ട, ഇവിടെ എല്ലാവരും 11-11:30 എഴുതേക്കണത്. മോളായിട്ട് ഇനി ഇവിടുത്തെ ശീലങ്ങളൊന്നും മാറ്റാൻ നിൽക്കണ്ട. ഓക്കെ അമ്മ. നല്ല അമ്മ, ഞാൻ ഫ്രണ്ട്സിന്റെ ഒപ്പം ഒന്ന് പുറത്തു നോക്കോട്ടെ. ആ മോള് പൊക്കോ. അത് നമുക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാനൊരു 5 മണി 6 മണി അതിനുള്ളിൽ എന്തായാലും വന്നേക്കാം അമ്മ. വേണ്ടെന്ന് 8 മണിക്കോ 9 മണിക്കോ വന്നാൽ ഞാൻ അങ്ങനെയല്ലേ വീട്ടിൽ വന്ന് കയറിക്കൊണ്ടിരുന്നത്. ശരിക്കും മോള് എൻജോയ് ചെയ്യ്. അല്ല മോളെ, മോള് തിരിച്ചു വരുന്നെങ്കിൽ അമ്മക്കൊരു
അല്ലടി ഇതിനൊക്കെ എവിടുന്ന മോക്ക് കാശ്? എനിക്കെന്ത് പ്രശ്നം? എന്റെ ദൈവമേ. ആ മോനെ റിസൾട്ട് വന്നാ? ആ വന്നായിരുന്നു ആന്റി. ഈ തവണെങ്കിലും ജയിച്ചാ അതേ തോറ്റാ? അത് പിന്നെ ചോദിക്കാനുണ്ട്, എന്തായാലും തോറ്റിട്ടുണ്ടോ? ഇല്ല ആന്റി, ഇത്തവണ ജയിച്ചു. പക്ഷെ എന്റെ മോള് 99% മാർക്കാണ് അവൾക്ക്. അവൾക്ക് പഠിപ്പെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ, പുസ്തകത്തിൽ നിന്ന് കണ്ടെടുക്കൂല. അതെനിക്കറിയാം ആന്റി, ഇവിടെ ലവർ എൻ്റെ അടുത്ത് പറഞ്ഞു. അതൊക്കെ എപ്പോ ഇങ്ങോട്ട് തന്നിട്ട് ഇതൊക്കെ വീട്ടിലേക്ക് എല്ലാം ബാക്കി എന്നോടാ അയാളി. I love you. എന്നാ നിനക്കൊരു കൊറിയർ നേരത്തെ പറഞ്ഞത് ഐ ലവ് യു ടു. അമ്മയെ ഞാൻ സഹായിക്കണോ? അയ്യോ, അമ്മ എന്തെങ്കിലും പറ്റിയാ? അമ്മ ഓക്കേടാ? ജെസി ചേച്ചിയേ, എന്താണ് മോളെ? കുടുംബശ്രീ വീട്ടിലാണല്ലോ, അപ്പൊ അമ്മ പറഞ്ഞ് ചായ തിളപ്പിക്കാൻ ഒരു പാത്രം തരുമെന്ന്. ചേച്ചിയുടെ കയ്യിലുണ്ടോ പാത്രം എടുക്കാൻ? പിന്നെ അതിനെന്താ മോളെ, ഞാൻ എടുത്തോണ്ട് വരാലാ. വീട്ടിലെ ആവശ്യത്തിന് പാത്രങ്ങൾ വാങ്ങിച്ചു വെച്ചൂടെ? ഇപ്പോഴാരും അയലക്കത്തെ വീട്ടിൽ പോയി പാത്രങ്ങളൊന്നും വാങ്ങാറില്ല. ഞാൻ എന്തൊട്ടൊക്കെ ഇനി പറയുന്നത്? ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. എന്നാ മോളെ പാത്രം? ഇന്ന് തന്നെ കൊണ്ടുവരാട്ടാ. വേണ്ട മോളെ, അത് നിന്റെ വീട്ടിലെ കലം തന്നെയാണത്. പണ്ടൊക്കെയാണ് കൊടുക്കലും അങ്ങലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിന്റെ അമ്മയും ഞാനും മാത്രമുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും മേടിക്കലുള്ളൂ. ആ, ഇതിനെ അധികം പറയണത്. ഇന്ന് രാവിലെ നിന്റെ അമ്മ കോഴിക്കോടൊക്കെ തന്ന അരി വേവിച്ചതാണ് ഇങ്ങോട്ടിരുന്ന് മോന്തണത്. എന്നാ ശരി ചേച്ചി, ഞാൻ പോണ്. ഷോ, ഈ കറിക്കാണെങ്കിൽ ഉപ്പൂല എരിവൂല, എന്തിനു കൊള്ളാം. ഈ ചായക്ക മധുരമില്ലാതെ ഈ അമ്മ എന്ത് കാണിച്ചുണ്ടാക്കിയേക്കണത്? അമ്മേ, കഴിച്ചു കഴിഞ്ഞെങ്കിൽ മക്കളെ പോയി ഡ്രസ്സ് മാറിയിട്ട് വന്നു. നമുക്ക് 10 മണിക്കൊരു ഉദ്ഘാടനത്തിന് വല്ലാണ്. ഉദ്ഘാടനോ? ആ, അതൊക്കെ ഉണ്ട്, നിങ്ങള് വാ. എന്നാലും എവിടെ ആയിരിക്കും ഉദ്ഘാടനം? ഇനി വല്ല ഹോട്ടലിലാണെങ്കിലോ? അമ്മ ഉണ്ടാക്കാറുള്ള ചിലപ്പോ ഹോട്ടലിലായിരിക്കും. അല്ലെങ്കിൽ ഇനി വല്ല ഡ്രസ് എടുക്കാനായിട്ട് വല്ല mall എവിടെയെങ്കിലും ആണെങ്കിലോ? ഞാൻ വേഗം കുടിച്ച് നിർത്തട്ടെ. റെഡി ആവട്ടെ. ഇത് റെഡി ആയ അമ്മേ? ഞങ്ങൾ റെഡിയായി. അമ്മ ഇതൊരു റെഡി ആയില്ലേ? അമ്മ റിബണൊക്കെ ഇതാണ് അടുക്കള. എന്താ ഈ കത്രിക അങ്ങോട്ട് പിടിച്ചേ, ഐശ്വര്യമായിട്ട് അങ്ങോട്ട് മുറിച്ചേ. വലത് കാലം വെച്ച് അങ്ങോട്ട് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കയറിയേ. ഇത്ര നാള് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടോണ്ടിരുന്നു. ഇനി ഞാൻ പറയും, നിങ്ങൾ അനുസരിച്ചോളണം. ശ്ശോ, അമ്മ അങ്ങനെ മിണ്ടാണ്ട് കഴിച്ചാൽ മതിയായിരുന്നു. ഇനി എന്ത് ചെയ്യും ചേച്ചി നമ്മ? ഇനി പൂമുഖത്തേക്കൊരു ബ്ലാക്ക് ടീ,